നഗരത്തിന്റെ മിന്നുന്ന വെളിച്ചങ്ങൾക്കും തിരക്കേറിയ തെരുവുകൾക്കുമപ്പുറം കാടുമൂടിയ കുന്നിൻചെരുവിലൂടെ പാഞ്ഞുപോകുന്ന റൂട്ട് നമ്പർ 42 ബസ് രാത്രിയിലെ അതിന്റെ അവസാന ട്രിപ്പിലായിരുന്നു. മഴ പെയ്തു തോർന്ന ആ രാത്രിയിൽ റോഡിലെ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ബസിന്റെ മഞ്ഞ വെളിച്ചം വിറയാർന്നു പതിക്കുന്നുണ്ടായിരുന്നു. ജനാലയ്ക്കൽ തട്ടുന്ന കാറ്റിന്റെ ചൂളം വിളിയും പഴയ എഞ്ചിന്റെ ഇരമ്പലും മാത്രമാണ് ആ നിശബ്ദതയിൽ കേൾക്കാനുണ്ടായിരുന്നത്. ബസിനുള്ളിൽ ആകെ 3 പേർ മാത്രം. ഡ്രൈവർ മാധവൻ, കണ്ടക്ടർ സണ്ണി, പിന്നെ ഏറ്റവും പിന്നിലെ സീറ്റിൽ ജനാലയോട് ചേർന്ന് തല ചായ്ച്ചുറങ്ങുന്ന ഒരു യുവാവ്. അവസാന സ്റ്റോപ്പായ ചുരത്തിനരികിലെ ആൽമരം എത്താറായപ്പോൾ സണ്ണി ബെല്ലടിച്ചു. അവസാന സ്റ്റോപ്പാണ്, ഇറങ്ങാനുള്ളവർ തയ്യാറായിക്കോളൂ. സണ്ണിയുടെ ശബ്ദം ആ വലിയ ബസ്സിനുള്ളിൽ മാറ്റൊലികൊണ്ടു. പിന്നിലിരുന്ന യുവാവ് പതുക്കെ എഴുന്നേറ്റു. അയാൾ ഒരു പഴയ കറുത്ത കോട്ടും കയ്യിൽ ഒരു വലിയ തുകൽ ബാഗും പിടിച്ചിരുന്നു. അയാളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. കണ്ണുകൾക്ക് താഴെ വല്ലാത്തൊരു തളർച്ച നിഴലിച്ചിരുന്നു. ബസ്സിലെ മങ്ങിയ വെളിച്ചത്തിൽ അയാൾ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ കഥാപാത്രത്തെപ്പോലെ തോന്നിപ്പിച്ചു. ബസ് ആൽമരത്തിന് ചുവട്ടിലെ വിജനമായ സ്റ്റോപ്പിൽ ബ്രേക്കിട്ടു നിന്നു. ചുറ്റും കനത്ത മഞ്ഞും കാട്ടുചെടികളുടെ ഇരമ്പലും മാത്രം. ആ യുവാവ് പതുക്കെ പടികളിറങ്ങി പുറത്തെ ഇരുട്ടിലേക്ക് നടന്നു. അയാൾ ഇറങ്ങിക്കഴിഞ്ഞതും മാധവൻ ബസ് തിരിച്ചെടുക്കാൻ ഗിയർ മാറ്റി. പക്ഷേ സണ്ണി വിറയ്ക്കുന്ന കൈകളോടെ മാധവന്റെ തോളിൽ മുറുകെ പിടിച്ചു. മാധവേട്ട, ഒന്ന് സൈഡ് മിററിലേക്ക് നോക്കിക്കേ. സണ്ണിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാധവൻ പതുക്കെ മിററിലൂടെ പുറത്തേക്ക് നോക്കി. ആ യുവാവ് സ്റ്റോപ്പിൽ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. പക്ഷെ കണ്ട കാഴ്ച അവരെ സ്തംഭിപ്പിച്ചു. അയാളുടെ നിഴൽ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് പതുക്കെ അടർന്നു മാറുന്നത് അവർ കണ്ടു. യുവാവ് നടന്നു തുടങ്ങുമ്പോഴും അയാളുടെ നിഴൽ ആ സ്റ്റോപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ നിഴൽ പതുക്കെ കൈവീശി അവരെ നോക്കി യാത്ര ചോദിക്കുന്നത് പോലെ തോന്നി. വല്ലാത്തൊരു അസ്വാഭാവികത ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. ഭയന്നുപോയ മാധവൻ വണ്ടി വേഗത്തിൽ മുന്നോട്ടെടുത്തു. മഞ്ഞു കീറിമുറിച്ച് ബസ് പാഞ്ഞു. പക്ഷേ ബസ്സിന്റെ പിന്നിലെ കണ്ണാടിയിലൂടെ സണ്ണി ഒന്നുകൂടി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അയാളുടെ ശ്വാസം നിലപ്പിച്ചു. ആ യുവാവ് ഇപ്പോൾ റോഡിലില്ല. പകരം അയാൾ ബസ്സിനുള്ളിലെ ഏറ്റവും പിന്നിലെ അതേ സീറ്റിൽ പഴയതുപോലെ തല ചായ്ച്ചുറങ്ങുകയാണ്. പക്ഷേ അയാളുടെ ശരീരം പുകമറ പോലെ സുതാര്യമായിരുന്നു. സണ്ണിയും മാധവനും ഭയത്താലൊന്നും മിണ്ടാനാകാതെയിരുന്നു. സണ്ണി, പേടിക്കണ്ട. ആ രൂപം പതുക്കെ കണ്ണുകൾ തുറന്നു. ആ ശബ്ദത്തിന് കാറ്റിലെ മർമ്മരം പോലെയുള്ള ഒരു പ്രകമ്പനമുണ്ടായിരുന്നു. ഞാൻ കൃത്യം 1 കൊല്ലം മുൻപ് ഇതേ ബസ്സിൽ വെച്ച് ഇതേ സീറ്റിലിരുന്ന് ഹൃദയാഘാതം വന്ന് മരിച്ച ആളാണ്. പക്ഷേ എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പിൽ അന്ന് വണ്ടി നിർത്തിയില്ല. ജനിച്ച മണ്ണിലേക്ക് മടങ്ങാൻ മോഹിച്ച എനിക്ക് ഇത്രയും കാലം ഈ ബസ്സിൽ തന്നെ തുടരേണ്ടി വന്നു. ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി വണ്ടി നിർത്തി എനിക്ക് മടങ്ങാൻ വഴി കാണിച്ചു. നന്ദി. അയാൾ പതുക്കെ എഴുന്നേറ്റ് ബസ്സിന്റെ പിൻവാതിലിന് നേരെ നടന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് അയാൾ വായുവിലേക്ക് നടന്നു കയറി പതുക്കെ അപ്രത്യക്ഷമായി. ബസ്സിനുള്ളിൽ അപ്പോൾ പഴയ പുസ്തകങ്ങളുടെയും ഉണങ്ങിയ തുളസിയിലകളുടെയും വല്ലാത്തൊരു ശാന്തമായ മണം നിറഞ്ഞു. അയാൾ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല, മറിച്ച് 1 വർഷമായി തീരാത്ത തന്റെ യാത്രയുടെ അവസാന സ്റ്റോപ്പിനായി കാത്തിരിക്കുകയായിരുന്നു. മാധവനും സണ്ണിയും പിന്നീട് ആ റൂട്ടിൽ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ആ സ്റ്റോപ്പിൽ പതുക്കെ ഹോണടിക്കും. ഒരു നിശബ്ദ യാത്രക്കാരനായി ഇന്നും അയാൾ അവിടെയുണ്ടാകാം, തന്റെ പ്രിയപ്പെട്ടവരിലേക്ക് മടങ്ങിയതിന്റെ ആശ്വാസത്തിൽ. ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എന്റെ നട്ടലിലൂടെ ഒരു തണുത്ത മിന്നൽ പിണർ കടന്നുപോകാറുണ്ട്. അതൊരു കഥയല്ല, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച, മരണം തൊട്ടുമുന്നിൽ വന്നു നിന്നതുപോലെ തോന്നിച്ച ഏറ്റവും ഭയാനകമായ ഒരു അനുഭവമാണ്. വയനാട്ടിലെ ഉൾക്കാടിനോട് ചേർന്നുള്ള ഒരു പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. എന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് അല്പം ശാന്തത തേടിയാണ് ഞാൻ അവിടെ എത്തിയത്. എന്നാൽ ആ ശാന്തതയ്ക്കുള്ളിൽ ഇത്രയും വലിയൊരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ബംഗ്ലാവിനു ചുറ്റും കിലോമീറ്ററുകളോളം മനുഷ്യവാസമില്ലാത്ത കാപ്പിത്തോട്ടങ്ങളും വലിയ കാടുമായിരുന്നു. പകൽ സമയം പോലും മരങ്ങൾക്കിടയിലൂടെ വെളിച്ചം അരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആ പ്രദേശം രാത്രിയാകുന്നതോടെ അന്ധകാരത്തിന്റെ ഒരു വലിയ ഗുഹയായി മാറുമായിരുന്നു. ബംഗ്ലാവിലെത്തിയ ആദ്യത്തെ 2 ദിവസങ്ങൾ വളരെ സാധാരണമായിരുന്നു. എന്നാൽ 3-ാം ദിവസം രാത്രിയിൽ അന്തരീക്ഷം വല്ലാതെ മാറിത്തുടങ്ങി. സാധാരണ രാത്രികളിൽ കേൾക്കാറുള്ള ചീവീടുകളുടെ ശബ്ദം പോലും അന്ന് നിലച്ചിരുന്നു. കാടിനുള്ളിൽ നിന്ന് വല്ലാത്തൊരു നിശബ്ദത ആ വീടിനെ വന്നു പൊതിഞ്ഞു. രാത്രി ഏകദേശം 12 മണിയായി കാണും. ഞാൻ ഹാളിന് നടുവിലുള്ള വലിയ മേശയിലിരുന്ന് എന്റെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനാലകൾക്കപ്പുറം കാറ്റിന്റെ ഒരു വന്യമായ ഗർജനം കേട്ടു. വായുവിൽ പെട്ടെന്ന് ഒരു സുഗന്ധം പടർന്നു. പഴയ ചന്ദനത്തിരിയുടെയും ഒപ്പം നനഞ്ഞ മണ്ണിന്റെയും മണം കലർന്ന ഒരു വിചിത്രമായ ഗന്ധം. ആ മുറിയിൽ ഞാൻ ചന്ദനത്തിരി കത്തിച്ചിരുന്നില്ല. എന്റെ കഴുത്തിനു പിന്നിൽ ആരോ ശ്വാസം വിടുന്നത് പോലെ എനിക്ക് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ശൂന്യമായ ഹാൾ മാത്രം. പക്ഷേ ഹാളിന്റെ മൂലയിലുള്ള ആ വലിയ നിലക്കണ്ണാടിയിൽ ഞാൻ കണ്ട കാഴ്ച എന്റെ രക്തം മരവിപ്പിച്ചു. എന്റെ പുറകിലായി ഒരു കറുത്ത നിഴൽ രൂപം വായുവിൽ ഒഴുകി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കണ്ണുകൾക്ക് സ്ഥാനത്ത് 2 ചുവന്ന തിളക്കങ്ങൾ മാത്രം. ഞാൻ പേടിച്ചു വിറച്ചെഴുന്നേറ്റു. എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു.
ഞാൻ പതുക്കെ ഗോവണിപ്പടികൾ കയറി മുകളിലെ എന്റെ മുറിയിലേക്ക് പോകാൻ ശ്രമിച്ചു. ഓരോ പടി കയറുമ്പോഴും ആ ഗോവണിപ്പടികൾ വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. മുകളിലെത്തിയപ്പോൾ താഴത്തെ ഹാളിൽ നിന്ന് ആരോ ഉച്ചത്തിൽ ചിരിക്കുന്നത് ഞാൻ കേട്ടു. അതൊരു മനുഷ്യന്റെ ചിരിയായിരുന്നില്ല, മറിച്ച് പല ശബ്ദങ്ങൾ ഒരേ സമയം ചേർന്നതുപോലെയുള്ള ഒരു ഭീകരമായ ശബ്ദമായിരുന്നു. ഞാൻ എന്റെ മുറിയിൽ കയറി വാതിൽ തഴുതിട്ടു. കട്ടിലിൽ പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്ന് ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മുറിയിലെ താപനില വല്ലാതെ താഴ്ന്നു. ജനാലയ്ക്കൽ ആരോ നഖങ്ങൾ കൊണ്ട് മാന്തുന്ന ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നു. തുറക്കൂ, എനിക്ക് അകത്തേക്ക് വരണം. ഒരു സ്ത്രീയുടെ വല്ലാത്തൊരു വിറയലുള്ള ശബ്ദം കാറ്റിലൂടെ ഒഴുകിവന്നു. ഞാൻ പ്രതികരിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എന്റെ മുറിയുടെ വാതിലിന്റെ തഴുത് തനിയെ നീങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടു. വാതിൽ പതുക്കെ തുറന്നു. വാതിൽക്കൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ മുറിയിൽ ആരോ നടന്നു വരുന്നതുപോലെ തറയിലെ പലകകൾ അമരുന്ന ശബ്ദം കേട്ടു. ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നനഞ്ഞ പാദമുദ്രകൾ തറയിൽ തനിയെ തെളിഞ്ഞു വരുന്നതാണ്. ആ പാദമുദ്രകൾ എന്റെ കട്ടിലിനരികിലേക്ക് പതുക്കെ അടുത്തുകൊണ്ടിരുന്നു. എനിക്ക് ഇനി അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നി. ഞാൻ എന്റെ ഫോണും കാറിന്റെ താക്കോലും എടുത്ത് ജനാലയിലൂടെ പുറത്തെ പോർച്ചിലേക്ക് ചാടി. താഴെ വീണ എനിക്ക് ചെറിയ പരിക്കുകൾ പറ്റിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞാൻ കാറിനടുത്തേക്ക് ഓട്ടി. കാറിന്റെ ഡോറ് തുറന്ന് അകത്ത് കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഞാൻ പുറത്തേക്ക് നോക്കി. ബംഗ്ലാവിന്റെ മുൻവാതിൽ തുറന്ന് ആ സ്ത്രീരൂപം പതുക്കെ പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അവളുടെ പാദങ്ങൾ നിലത്തു തൊടുന്നുണ്ടായിരുന്നില്ല. അവൾ കാറിനടുത്തേക്ക് പതുക്കെ ഒഴുകി വന്നു. അവൾ കാറിന്റെ വിൻഡോ ഗ്ലാസിനപ്പുറം വന്ന് തന്റെ വിരലുകൾ കൊണ്ട് ഗ്ലാസിലമർത്തി. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. മുടി ചിതറിക്കിടക്കുന്നു. നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ വായ തുറന്നത് കണ്ടാൽ ഉള്ളിൽ വെറും ശൂന്യത മാത്രമാണെന്ന് തോന്നുമായിരുന്നു. ഞാൻ സർവ്വശക്തിയുമെടുത്ത് കീ തിരിച്ചു. ഭാഗ്യത്തിന് കാർ സ്റ്റാർട്ടായി. ഞാൻ പിന്നിലേക്ക് നോക്കാതെ ആ പരുക്കൻ റോഡിലൂടെ കാർ ഓടിച്ചു. മിററിലൂടെ നോക്കിയപ്പോൾ അവൾ റോഡിന് നടുവിൽ നിന്ന് എന്നെ നോക്കി കൈവീശുന്നത് ഞാൻ കണ്ടു. ചുരം ഇറങ്ങി താഴെ എത്തുന്നതുവരെ ഞാൻ വണ്ടി നിർത്തിയില്ല. നേരം വെളുത്തപ്പോൾ ഒരു ചെറിയ ഹോട്ടലിന് അരികിൽ വണ്ടി നിർത്തി. അവിടെയുള്ള ഒരു വൃദ്ധനോട് ഞാൻ ഈ അനുഭവം പറഞ്ഞപ്പോൾ അയാൾ എന്നെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു. മോനെ, 30 വർഷം മുൻപ് അതേ ബംഗ്ലാവിൽ വിവാഹ തലേന്ന് മരിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഇന്നും അവിടെ ആരെങ്കിലുമൊക്കെ വരാനായി കാത്തിരിക്കുന്നു. നീ രക്ഷപ്പെട്ടത് നിന്റെ ഭാഗ്യം. ഇന്നും രാത്രിയിൽ തനിയെയിരിക്കുമ്പോൾ ആ ചന്ദനത്തിന്റെ മണം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ എന്റെ കൂടെ ആ ബംഗ്ലാവിൽ നിന്ന് മറ്റെന്തെങ്കിലും കൂടി ഇറങ്ങി വന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ആ രാത്രി നൽകിയ ഭീതി ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു കനൽ പോലെ എരിയുന്നുണ്ട്. ചില യാത്രകൾ ഒരിക്കലും അവസാനിക്കാത്തവയാണ്. രാത്രിയുടെ 2ാം യാമത്തിൽ തമിഴ്നാട് കേരള അതിർത്തിയിലെ നിഗൂഢമായ ആ മലമ്പാതയിലൂടെ എന്റെ പഴയ ജീപ്പ് ഓടിച്ചു വരുമ്പോൾ മനസ്സ് നിറയെ വല്ലാത്തൊരു ഭാരമായിരുന്നു. മടപ്പള്ളിയിൽ നിന്ന് എന്റെ നാടായ ഇടുക്കിയിലേക്ക് പോകാനുള്ള ഏക വഴി ആ വിജനമായ കാട്ടുപാതയായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും ആകാശത്തിലേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന ഭീമാകാരമായ മരങ്ങൾ. കോടമഞ്ഞ് ഒരു വെളുത്ത പുകമറ പോലെ റോഡിനെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. ഹെഡ്ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചം ആ മഞ്ഞിനെ കീറിമുറിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. റേഡിയോയിൽ നിന്ന് നേർത്ത ഇരച്ചിലുകൾ മാത്രം കേൾക്കാം. വായുവിൽ ഈർപ്പത്തിന്റെ വല്ലാത്തൊരു മണവും ഒപ്പം ഏതോ കാട്ടുചെടിയുടെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധവും നിറഞ്ഞു നിന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്കിടെ സൈഡ് മിററിലൂടെ നോക്കുമ്പോൾ പുകമറയ്ക്കുള്ളിൽ ആരോ ഓട്ടി വരുന്നുണ്ടെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ ഞാനത് എന്റെ മനസ്സിന്റെ വെറും തോന്നലായി തള്ളിപ്പറഞ്ഞു. പെട്ടെന്നാണ് റോഡിന്റെ വലതുവശത്തുള്ള ഒരു വളവിൽ ആ രൂപത്തെ ഞാൻ ആദ്യമായി കണ്ടത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ റോഡരികിലെ 1 കിലോമീറ്റർ കല്ലിന് മുകളിൽ ഇരിക്കുകയാണ്. ആ രൂപത്തിന്റെ മുഖം താഴേക്ക് കുനിഞ്ഞിരുന്നു. തലമുടി വല്ലാതെ അഴിഞ്ഞുകിടക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം രാത്രികളിൽ ആരും അവിടെ നിൽക്കാറില്ല. ആ രൂപം എന്നെ നോക്കി കൈവീശി കാണിച്ചുവോ എന്നെനിക്ക് സംശയം തോന്നി. എങ്കിലും നിർത്താതെ ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. എന്റെ ഹൃദയമിടിപ്പ് പതുക്കെ ഉയരാൻ തുടങ്ങി. ഏകദേശം 5 കിലോമീറ്റർ കൂടി പിന്നിട്ട് മറ്റൊരു വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതേ രൂപം അതേ കിലോമീറ്റർ കല്ലിന് മുകളിലിരിക്കുന്നു. അത് അസാധ്യമാണ്. അത്രയും വേഗത്തിൽ ഒരാൾക്ക് കാടിനുള്ളിലൂടെ ഓടി എനിക്ക് മുന്നിലെത്താൻ കഴിയില്ല. എന്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയാൻ തുടങ്ങി. ഞാൻ വണ്ടിയുടെ വേഗത കൂട്ടി. എങ്ങനെയെങ്കിലും ഈ കാട് കടന്നാൽ മതിയെന്നായിരുന്നു എന്റെ ചിന്ത. എന്നാൽ കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയപ്പോൾ റോഡിന് നടുവിൽ ആ രൂപം പതുക്കെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ബ്രേക്കിട്ടു. ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വല്ലാതെ മുഴങ്ങി. ആ രൂപം പതുക്കെ തിരിഞ്ഞു നോക്കി. ടോർച്ചിന്റെയോ ഹെഡ്ലൈറ്റിന്റെയോ വെളിച്ചത്തിൽ ആ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കണ്ണുകൾക്ക് അമാനുഷികമായ ഒരു വെള്ളി നിറമായിരുന്നു. അവ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്റെ വായ വല്ലാതെ ഉണങ്ങി. ആരാണ് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. പെട്ടെന്ന് ആ രൂപം റോഡിൽ നിന്ന് അപ്രത്യക്ഷമായി. ആശ്വാസത്തോടെ ഞാൻ വണ്ടി മുന്നോട്ടെടുക്കാൻ തുടങ്ങുമ്പോഴാണ് എന്റെ പുറകിലെ സീറ്റിൽ നിന്ന് ഒരു തണുത്ത ശ്വാസം എന്റെ കഴുത്തിൽ തട്ടിയത്. എന്റെ ശരീരം മുഴുവൻ മരവിച്ചുപോയി. വണ്ടിനുള്ളിലെ താപനില പെട്ടെന്ന് താഴ്ന്നു. പുറകിലെ സീറ്റിൽ ആരോ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കുറപ്പായി.
സൈഡ് മിററിലൂടെ ഞാൻ നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ ആ രൂപം എന്റെ പുറകിലെ സീറ്റിൽ ശാന്തമായിരിക്കുന്നു. ആ രൂപത്തിന്റെ നഖങ്ങളില്ലാത്ത വിരലുകൾ എന്റെ തോളിലേക്ക് പതുക്കെ അടുത്തു വന്നു. ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചിരുന്നു. ആ നിമിഷം എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഇരുട്ടിലെ സാന്നിധ്യങ്ങൾ ഭയത്തെയാണ് ആഹാരമാക്കുന്നത്. അവയെ ഭയപ്പെടാതെ നേരിടുക. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്റെ ഉള്ളിലെ ദൈവത്തെയും മുത്തശ്ശിയെയും ധ്യാനിച്ചു. എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്റെ വഴിക്ക് പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക. ഞാൻ വണ്ടി 1-ാം ഗിയറിലിട്ടു. സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ടു കുതിച്ചു. വണ്ടിയുടെ ഗ്ലാസുകളിൽ ആരോ അടിക്കുന്നത് പോലെ ശബ്ദം കേട്ടു. കാറ്റിന്റെ ഒരു വലിയ അലർച്ച വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. എന്റെ ചുറ്റും വല്ലാത്തൊരു ചന്ദനമണം പടർന്നു. ഞാൻ മുന്നിലെ റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരിക്കൽ പോലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഏകദേശം 10 മിനിറ്റോളം ആ ഭീകരമായ അവസ്ഥ തുടർന്നു. പെട്ടെന്ന് കാടിന്റെ അതിർത്തിയിൽ ഒരു ചെറിയ അമ്പലത്തിന്റെ വിളക്ക് കത്തുന്നത് ഞാൻ കണ്ടു. ആ വെളിച്ചം കണ്ടതും വണ്ടിക്കുള്ളിലെ തണുപ്പ് മാഞ്ഞുപോയി. ആ ചന്ദനമണം അപ്രത്യക്ഷമായി. ഞാൻ വണ്ടി അമ്പലത്തിനു മുന്നിൽ നിർത്തി. അല്പനേരം ആ സ്റ്റിയറിംഗിൽ തല ചായ്ച്ച് ഇരുന്നു. ശ്വാസം നേരെ വീണപ്പോൾ ഞാൻ പുറകിലെ സീറ്റിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. പക്ഷേ ആ സീറ്റിൽ നനഞ്ഞ കൈപ്പത്തിയുടെ ഒരു അടയാളം മാത്രം അവശേഷിച്ചിരുന്നു. പിന്നീട് ഞാൻ ആ വഴിക്ക് രാത്രി യാത്ര പോയിട്ടില്ല. അന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ മനക്കരുത്തുകൊണ്ടും ആ നിമിഷമെടുത്ത തീരുമാനങ്ങൾ കൊണ്ടും മാത്രമാണ്. ചില രാത്രികൾ നമുക്ക് നൽകുന്നത് വെറും ഓർമ്മകളല്ല, മറിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ചില പാഠങ്ങളാണ്. ആ റോഡരികിലെ രൂപം ഇന്നും അവിടെയുണ്ടാകാം, തന്നെ കണ്ടുഭയക്കുന്ന ഒരു പുതിയ യാത്രക്കാരനെ കാത്ത്. എന്റെ ഈ അനുഭവം ഇന്നും എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിലും ആ ഭയത്തെ അതിജീവിച്ചു എന്ന തിരിച്ചറിവ് എനിക്ക് ധൈര്യം നൽകുന്നു. ഹിമാലയത്തിന്റെ താഴ്വരയിൽ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചതുപോലെ മഞ്ഞുമൂടിക്കിടക്കുന്ന ആ ചെറിയ റെയിൽവേ സ്റ്റേഷൻ കുളുമല. ശൈത്യകാലത്തെ ആ രാത്രിയിൽ അവിടെ കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. ആകാശത്തുനിന്ന് വീഴുന്ന വെളുത്ത ഹിമകണങ്ങൾ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിനെ ഒരു വെളുത്ത ശവക്കച്ച കൊണ്ട് പുതപ്പിച്ചതുപോലെ തോന്നിപ്പിച്ചു. മലയിടിച്ചിൽ കാരണം താഴേക്കുള്ള ട്രെയിനുകൾ പലതും റദ്ദാക്കിയിരുന്നു. തന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി അവിടെ എത്തിയ ആദിത്യൻ ആ വിജനമായ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയി. പുറത്തെ തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചിറങ്ങുന്നതായിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ തന്റെ കൈവിളക്കുമായി പതുക്കെ വന്ന് ആ പഴയ ബ്രിട്ടീഷ് കാലത്തെ വെയിറ്റിംഗ് റൂമിന്റെ വാതിൽ തുറന്നു. പിച്ചള താക്കോലുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വല്ലാതെ മുഴങ്ങി. ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞോളൂ മോനെ. പക്ഷേ ഒരു കാര്യം, രാത്രിയിൽ എന്ത് കേട്ടാലും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കരുത്. ഈ സ്റ്റേഷന് അതിൻ്റെതായ ചില അതിഥികളുണ്ട്. അവർക്ക് ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല. ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ അയാൾ തന്റെ ചെറിയ മുറിയിലേക്ക് നടന്നു നീങ്ങി. ആദിത്യൻ ആ വലിയ മരവാതിൽ തള്ളി ഉള്ളിലേക്ക് കയറി. അകത്ത് പഴയ തുകൽ വിരിച്ച സോഫകളും പൊടിപിടിച്ച വലിയ ചുവർച്ചിത്രങ്ങളും ഉണ്ടായിരുന്നു. മുറിയുടെ നടുവിൽ ഒരു പഴയ കൽക്കരി അടുപ്പ് ഫയർപ്ലേസ് ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ തീ കത്തുന്നില്ലായിരുന്നു. ചുവരിലെ വലിയ പെൻഡുലം ക്ലോക്ക് ഒരു ഹൃദയമിടിപ്പ് പോലെ ടിക് എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നു. റാന്തൽ വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ ഭിത്തിയിലെ നിഴലുകൾ ഭീമാകാരമായ രൂപങ്ങളായി മാറി. അവൻ തന്റെ കമ്പിളിപ്പുതപ്പ് മുറുക്കിപ്പുതച്ച് ഒരു സോഫയിലിരുന്നു. കാറ്റ് പുറത്ത് മരങ്ങളിൽ തട്ടി ചൂളം വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് മുറിക്കുള്ളിലെ താപനില വല്ലാതെ താഴുന്നത് അവൻ അറിഞ്ഞു. അവന്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസം ആവി പോലെ പുറത്തേക്ക് വന്നു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ നിന്ന് ഒരു വിസിലടി ശബ്ദം കേട്ടു. അതൊരു മനുഷ്യൻ വിസിലടിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു പഴയ സ്റ്റീം എഞ്ചിൻ ദൂരെ നിന്ന് വരുന്നത് പോലെയായിരുന്നു. പക്ഷെ ഈ കാലത്ത് സ്റ്റീം എഞ്ചിനുകൾ എവിടെ നിന്ന് വരാൻ? പെട്ടെന്ന് മുറിയിലാകെ പഴയ കൽക്കരിപ്പുകയുടെയും കരിഞ്ഞ എണ്ണയുടെയും രൂക്ഷഗന്ധം നിറഞ്ഞു. ആദിത്യൻ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവൻ സ്തംഭിച്ചുപോയി. നേരത്തെ അണഞ്ഞുകിടന്നിരുന്ന കൽക്കരി അടുപ്പിൽ ഇപ്പോൾ നീല നിറത്തിലുള്ള തീ ആളിപ്പടരുന്നു. ചുവരുകളിലെ ഇലക്ട്രിക് ബൾബുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം ഗ്യാസ് വിളക്കുകൾ തനിയെ തെളിഞ്ഞു വന്നു. മുറിയിലെ പൊടിയും മാറാലയും മാഞ്ഞ് അത് 90 വർഷം മുൻപുള്ള പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അവൻ ഇരുന്നിരുന്ന സോഫയ്ക്ക് അഭിമുഖമായുള്ള കസേരയിൽ ഇപ്പോൾ ഒരു രൂപം തെളിഞ്ഞുവരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അതൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നിപ്പിച്ചു. വെളുത്ത വസ്ത്രം ധരിച്ച തലയിൽ ഒരു തൊപ്പിയുള്ള ഒരു വയോധികൻ. അയാളുടെ കയ്യിൽ ഒരു പൈപ്പും മടിയിൽ ഒരു പഴയ പത്രവുമുണ്ടായിരുന്നു. പത്രത്തിന്റെ തലക്കെട്ട് ആദിത്യന്റെ കണ്ണിൽപ്പെട്ടു. 1926 ജൂലൈ. ആ രൂപം പതുക്കെ തലയുയർത്തി ആദിത്യനെ നോക്കി. ആ കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന ഒന്നുമുണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ശാന്തതയായിരുന്നു. മോനെ, 19-ാം നമ്പർ ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. നീ എന്തിനാ ഇത്രയും നേരം ഉണർന്നിരിക്കുന്നത്? അയാളുടെ ശബ്ദം കാറ്റിലൂടെ ഒഴുകിവരുന്ന ഒരു സംഗീതം പോലെ തോന്നി. ആദിത്യന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ നാവു വല്ലാതെ വരണ്ടിരുന്നു. പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേട്ടുതുടങ്ങി. ട്രെയിൻ വന്നു നിൽക്കുന്ന ശബ്ദം ചുകച്ചുക ചുകച്ചുക. ഇരമ്പുന്ന എഞ്ചിന്റെ ശബ്ദത്തോടൊപ്പം നൂറുകണക്കിന് ആളുകൾ പ്ലാറ്റ്ഫോമിലൂടെ ഓടുന്നതും കുട്ടികളുടെ നിലവിളിയും പോർട്ടർമാർ വിളിച്ചു പറയുന്നതും ആദിത്യൻ വ്യക്തമായി കേട്ടു. പക്ഷെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഞ്ഞുവീണ ശൂന്യമായ പ്ലാറ്റ്ഫോം മാത്രമാണ് കണ്ടത്. അവിടെ ആരുമില്ല.
പക്ഷെ ശബ്ദങ്ങൾ മാത്രം യാഥാർത്ഥ്യമായി നിലനിന്നു. അവർ എപ്പോഴും യാത്രയിലാണ്. ആ വൃദ്ധൻ പതുക്കെ പുകവലിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സ്റ്റേഷൻ ഒരു സ്റ്റോപ്പ് മാത്രമാണ്. ഓരോ രാത്രിയും അവർ വരും. പഴയ ഓർമ്മകളുടെ ഭാരവും പേറി അടുത്ത ട്രെയിനിൽ കയറിപ്പോകും. അവരെ പേടിക്കണ്ട. അവർക്ക് വേണ്ടത് അവരുടെ കഥകൾ കേൾക്കാൻ ഒരാളെ മാത്രമാണ്. ആ രാത്രിയിൽ ആദിത്യൻ ആ വൃദ്ധനുമായി സംസാരിച്ചു. സംസാരമെന്ന് പറയാൻ പറ്റില്ല, മറിച്ച് ഒരു മാനസികമായ ആശയവിനിമയം. 1920കളിലെ ആ സ്റ്റേഷന്റെ ഭംഗിയെക്കുറിച്ചും അവിടെ നടന്ന പഴയ പ്രണയങ്ങളെക്കുറിച്ചും ആ രൂപം വിവരിച്ചു. ആദിത്യന് ഭയമേ തോന്നിയില്ല. പകരം കാലത്തിന്റെ അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നത് അവൻ അനുഭവിച്ചു. അദൃശ്യരായ ആ യാത്രക്കാർ ആരെയും ഉപദ്രവിക്കാനല്ല, മറിച്ച് തങ്ങളുടെ അസ്തിത്വം തെളിയിക്കാനാണ് അവിടെ വരുന്നത്. പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗാർഡിന്റെ അവസാന വിസിൽ മുഴങ്ങി. എഞ്ചിൻ പുക പുറത്തുവിട്ടുകൊണ്ട് നീങ്ങാൻ തുടങ്ങി. മുറിക്കുള്ളിലെ ഗ്യാസ് വിളക്കുകൾ ഓരോന്നായി അണഞ്ഞു. ആ വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റു. എന്റെ സമയമായി, ഇനി അടുത്ത കറുത്ത വാവിന് കാണാം. അയാൾ പതുക്കെ വായുവിൽ അലിഞ്ഞു ചേർന്നു. ക്ലോക്കിൽ 12 മണിയടിച്ചു. അഭീമാകാരമായ ശബ്ദത്തിൽ ആദിത്യന്റെ കണ്ണൊന്നടഞ്ഞുപോയി. കണ്ണു തുറന്നപ്പോൾ മുറി പഴയതുപോലെ പൊടിയും ഇരുട്ടും നിറഞ്ഞതായിരുന്നു. അടുപ്പിലെ തീ അണഞ്ഞിരിക്കുന്നു. പക്ഷേ ആ സോഫയിൽ ആദിത്യന്റെ തൊട്ടടുത്ത് ഒരു പഴയ വെള്ളി മോതിരം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ 1926 എന്ന് കൊത്തിവെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ സ്റ്റേഷൻ മാസ്റ്റർ വന്നു. വാതിൽ തുറന്നപ്പോൾ ആദിത്യൻ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഉണർന്നപ്പോൾ അവൻ ആ മോതിരം സ്റ്റേഷൻ മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തു. അയാൾ ഒന്ന് ചിരിച്ചു. പലരും വരാറുണ്ട് മോനെ, പക്ഷേ എല്ലാവർക്കും അവരെ കാണാൻ കഴിയില്ല. നിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് അവർ നിനക്ക് കൂട്ടിരുന്നു. ഈ സ്റ്റേഷൻ വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് ഭൂതകാലത്തിന്റെ ഒരു തുറമുഖമാണ്. ആദിത്യൻ ട്രെയിൻ കയറി തിരികെ പോകുമ്പോൾ ആ ചെറിയ സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു നോക്കി. ജനാലയ്ക്കൽ ഒരു നിഴൽ രൂപം കൈവീശി യാത്ര ചോദിക്കുന്നത് അവൻ കണ്ടു. ആ ഭയം ഇപ്പോൾ അവനൊരു മധുരമായ ഓർമ്മയാണ്. ലോകം എത്ര മാറിയാലും ചിലയിടങ്ങളിൽ സമയം പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. അവിടെ ആത്മാക്കൾ യാത്രക്കാരും രാത്രികൾ അവരുടെ കഥകളുമാണ്. ചില ഭീതികൾ മരണത്തെക്കുറിച്ചല്ല, മറിച്ച് സ്നേഹത്തോടെ നമ്മെ ചേർത്തുപിടിക്കുന്ന അദൃശ്യമായ കൈകളെക്കുറിച്ചാണ്. നിശബ്ദതയ്ക്ക് ഇത്രയും ഭീകരമായ ഒരു ശബ്ദമുണ്ടെന്ന് മാധവൻ തിരിച്ചറിഞ്ഞത് ആ രാത്രിയിലായിരുന്നു. നഗരത്തിന്റെ യാന്ത്രികമായ തിരക്കുകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാനാണ് അയാൾ മലനിരകളുടെ മുകളിലുള്ള ആ പഴയ തറവാട് വീട് വാടകയ്ക്കെടുത്തത്. പകൽ വെളിച്ചത്തിൽ ആ വീട് വല്ലാത്തൊരു ഐശ്വര്യം തുളുമ്പുന്നതായിരുന്നു. ചുറ്റും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വാഗമരങ്ങളും അവയ്ക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശവും മാധവന്റെ എഴുത്തിന് ഊർജം നൽകി. എന്നാൽ സൂര്യൻ അസ്തമിച്ച് കുന്നിൻ ചെരുവുകളിൽ മഞ്ഞ് ഒരു ശവക്കച്ച പോലെ വീണു തുടങ്ങുന്നതോടെ ആ വീടിന്റെ ഭാവം പാടെ മാറും. ചുവരുകൾക്ക് ജീവൻ വെക്കുന്നതുപോലെയും വീടിന്റെ ഓരോ മൂലയിലും ആരോ പതുങ്ങിയിരിക്കുന്നതുപോലെയും അയാൾക്ക് തോന്നിത്തുടങ്ങി. അന്ന് രാത്രി അശ്വതി നക്ഷത്രമായിരുന്നു. ആകാശത്ത് നിലാവുണ്ടായിരുന്നെങ്കിലും കറുത്ത കാർമേഘങ്ങൾ ഇടയ്ക്കിടെ അതിനെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. മാധവൻ തന്റെ കിടപ്പുമുറിയിലെ വലിയ ജനാലയ്ക്കൽ വന്നിരുന്നു. ഉറക്കം അയാളുടെ കണ്ണുകളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയായിരുന്നു. തണുത്ത കാറ്റ് ജനാലയുടെ വിടവുകളിലൂടെ ചൂളം വിളിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് മുറിയുടെ മൂലയിലുള്ള ആ പഴയ ഗ്രാമഫോണിൽ നിന്ന് ഒരു നേർത്ത സംഗീതം ഒഴുകിവരുന്നത് അയാൾ കേട്ടു. അത് കേടായതാണെന്നും അതിൽ റെക്കോർഡുകൾ ഇല്ലെന്നും അയാൾക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും വായുവിൽ അലിഞ്ഞു ചേർന്ന ഒരു പിയാനോയുടെ വിഷാദം നിറഞ്ഞ ഈണം ആ മുറിയിൽ മാറ്റൊലികൊണ്ടു. അയാൾ പതുക്കെ എഴുന്നേറ്റ് തന്റെ കയ്യിലിരുന്ന മെഴുകുതിരിയുമായി താഴത്തെ ഹാളിലേക്ക് നടന്നു. തടിപ്പലകകൾ പാകിയ ഗോവണിപ്പടികളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ക്രീക്ക് ക്രീക്ക് ശബ്ദവും ആ വലിയ വീട്ടിൽ ഭീകരമായ നിഴലുകൾ സൃഷ്ടിച്ചു. ഹാളിലെത്തിയ മാധവൻ അവിടുത്തെ വലിയ ചുവർക്കണ്ണാടിക്ക് മുന്നിൽ നിന്നു. മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ അയാൾ തന്റെ തന്നെ പ്രതിബിംബം നോക്കി. എന്നാൽ പെട്ടെന്ന് അയാളുടെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. കണ്ണാടിയിൽ അയാളുടെ പിന്നിലായി ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നു. കയ്യിലൊരു പഴയ തുണിപ്പാവയുമായി അവൾ പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആരാണ് നീ? ഇവിടെ എങ്ങനെ വന്നു? മാധവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. പെൺകുട്ടി മറുപടിയൊന്നും നൽകിയില്ല. പകരം അവൾ പതുക്കെ തന്റെ തല തിരിച്ചു. മാധവൻ കണ്ട കാഴ്ച അവന്റെ ബോധം കെടുത്തുന്നതായിരുന്നു. അവളുടെ മുഖത്ത് കണ്ണുകളുണ്ടായിരുന്നില്ല. പകരം ആ സ്ഥാനത്ത് 2 നീലനിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂക്കളിൽ നിന്ന് മഞ്ഞുതുള്ളികൾ പോലെ കണ്ണുനീർ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അവൾ തന്റെ ചെറിയ വിരലുകൾ കൊണ്ട് അയാളെ പുറത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഭയത്തേക്കാൾ ഉപരി വല്ലാത്തൊരു നിഗൂഢമായ ആകർഷണവലയത്തിലായ മാധവൻ അവളെ പിന്തുടർന്നു. അവൾ വീടിന് പിന്നിലെ കാടുപിടിച്ചു കിടക്കുന്ന തോട്ടത്തിലേക്കാണ് നീങ്ങിയത്. തോട്ടത്തിൽ നിറയെ രാത്രിമുല്ലകൾ പൂത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവയുടെ ഗന്ധം വായുവിൽ മത്തുപിടിപ്പിക്കും വിധം നിറഞ്ഞുനിന്നു. ആ പെൺകുട്ടിത്തോട്ടത്തിന്റെ നടുവിലുള്ള പുരാതനമായൊരു കല്ല് കിണറിന് അരികിൽ പോയി നിന്നു. മാധവൻ അവിടേക്കെത്തിയതും അവൾ ഒരു പുകമറ പോലെ വായുവിൽ അലിഞ്ഞു ചേർന്നു. അയാൾ പതുക്കെ കിണറിന്റെ കൈവരിയിൽ പിടിച്ചു ഉള്ളിലേക്ക് നോക്കി. ആഴമേറിയ ആ ഇരുട്ടിൽ ഒരു തിളക്കം അയാൾ കണ്ടു. കിണറിലെ വെള്ളത്തിൽ തന്റെ പ്രതിബിംബത്തിന് പകരം ആ പെൺകുട്ടിയുടെ തെളിഞ്ഞ രൂപമാണ് അയാൾ കണ്ടത്.
അവൾ വെള്ളത്തിനടിയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദം ചുറ്റുമുള്ള മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെയുള്ള കാറ്റായിട്ടാണ് മാധവന് അനുഭവപ്പെട്ടത്. ഈ രാത്രി അവസാനിക്കില്ല മാധവൻ. വർഷങ്ങളായി ഞങ്ങളിവിടെ ഉറങ്ങാൻ കഴിയാതെ അലയുകയാണ്. ഞങ്ങളുടെ കഥകൾ മണ്ണിൽ പുതഞ്ഞുപോയിരിക്കുന്നു. നീ അവ ലോകത്തോട് പറയുമോ? നീ ഞങ്ങളുടെ കഥ എഴുതുമോ? പെട്ടെന്ന് തോട്ടത്തിലെ വൻമരങ്ങളെല്ലാം വന്യമായി ആടാൻ തുടങ്ങി. കാറ്റിൽ അനേകം ശബ്ദങ്ങൾ ഒരേ സമയം മുഴങ്ങി. അതിൽ വേദനയോടെയുള്ള കരച്ചിലുകളും വിചിത്രമായ ചിരികളും ആരോ മന്ത്രിക്കുന്ന രഹസ്യങ്ങളുമുണ്ടായിരുന്നു. അതൊന്നും അയാളെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. അവരെല്ലാം കാലങ്ങളായി ആരും കേൾക്കാത്ത തങ്ങളുടെ ജീവിതകഥകൾ പറയാൻ വെമ്പി നിൽക്കുന്ന ആത്മാക്കളായിരുന്നു. ആ രാത്രിയിൽ മാധവൻ ഒരു വലിയ സത്യം മനസ്സിലാക്കി. ഉറങ്ങാൻ കഴിയാത്തത് അയാൾക്കല്ല, മറിച്ച് ആ വീട്ടിലും പരിസരത്തുമുള്ള പാതിവഴിയിൽ നിലച്ചുപോയ ഓർമ്മകൾക്കാണ്. അയാൾ വേഗത്തിൽ മുറിയിലേക്ക് മടങ്ങി. മേശവിളക്ക് തെളിച്ചു. തന്റെ തൂലിക കയ്യിലെടുത്തു. പേപ്പറിൽ വരികൾ തനിയെ ഒഴുകാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെയും ആ തറവാടിന്റെയും അവിടെ മറഞ്ഞുപോയ അനേകം ജീവിതങ്ങളുടെയും കഥ അയാൾ എഴുതി. ഓരോ അധ്യായം പൂർത്തിയാക്കുമ്പോഴും ആ വീട് കൂടുതൽ ശാന്തമായി വന്നു. ഗ്രാമഫോണിലെ ആ വിഷാദ സംഗീതം നിലച്ചു. ജനാലയ്ക്കൽ ആഞ്ഞടിച്ചിരുന്ന കാറ്റ് പതുക്കെ ഒരു തലോടലായി മാറി. പുലർച്ചയോടെ കഥയുടെ അവസാന വരി കുറിച്ചപ്പോൾ ആ പെൺകുട്ടി മുറിയുടെ വാതിൽക്കൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവളുടെ മുഖത്ത് ആ നീലപ്പൂക്കൾക്ക് പകരം മനോഹരമായ കണ്ണുകളുണ്ടായിരുന്നു. അവൾ മാധവനെ നോക്കി നന്ദിപൂർവ്വം ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു വലിയ ഭാരമൊഴിഞ്ഞ ആശ്വാസമുണ്ടായിരുന്നു. അവൾ പതുക്കെ പ്രഭാതത്തിലെ ആദ്യ കിരണങ്ങൾക്കൊപ്പം മാഞ്ഞുപോയി. മാധവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കിഴക്ക് വെള്ളകീറി തുടങ്ങിയിരിക്കുന്നു. പക്ഷികളുടെ ചിലക്കൽ കേട്ടു തുടങ്ങി. ഉറങ്ങാൻ പറ്റാത്ത ആ നീണ്ട രാത്രി അവസാനിച്ചിരിക്കുന്നു. അയാൾ കട്ടിലിലേക്ക് ചരിഞ്ഞുകിടന്നു. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി തന്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നതും വല്ലാത്തൊരു സമാധാനം ഉള്ളിൽ നിറയുന്നതും അയാൾ അറിഞ്ഞു. ആ പഴയ വീട് ഇപ്പോൾ അയാൾക്ക് ഭയാനകമായ ഒരു സ്ഥലമല്ല, മറിച്ച് തന്റെ കഥകൾക്കായി കാത്തിരുന്ന ഒരു പഴയ സുഹൃത്തിനെ പോലെയാണ്. അയാൾ അഗാധമായ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ ആ വീട് ഒരു കാവൽക്കാരനെ പോലെ അയാൾക്ക് ചുറ്റും നിന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കരിങ്കല്ലും തേക്ക് തടിയും കൊണ്ട് പണിത ആ വലിയ തറവാട് വീട് രാത്രിയുടെ ഇരുട്ടിൽ ഒരു ഭീമാകാരമായ ശവപ്പെട്ടി പോലെ നിശബ്ദമായി നിലകൊള്ളുകയായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി തന്റെ തറവാട് ഭാഗം വെക്കുന്നതിനായി എത്തിയതായിരുന്നു ആദിത്യൻ. വീടിന്റെ ഓരോ മൂലയിലും ചന്ദനത്തിരിയുടെയും പൊടിയുടെയും ഒപ്പം വല്ലാത്തൊരു പഴകിയ മാംസത്തിന്റെയും ഗന്ധം കലർന്ന ഒരു നിഗൂഢമായ മണം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ജനാലകൾ കാറ്റിലാടുമ്പോൾ ഉണ്ടാകുന്ന ആ ദീർഘമായ കരച്ചിൽ ശബ്ദം ആ നിശബ്ദതയെ കൂടുതൽ ഭയാനകമാക്കി. അർദ്ധരാത്രിയായപ്പോൾ വീടിന്റെ ഒത്ത നടുക്കുള്ള വലിയ ഹാളിന്റെ തറയിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം കേട്ടു തുടങ്ങി. സ്ക്രാച്ച്, സ്ക്രാച്ച്. ആരോ തറയ്ക്കടിയിൽ നിന്ന് നഖങ്ങൾ കൊണ്ട് മരത്തിൽ മാന്തിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അതൊരു പഴയ തടികൊണ്ടുള്ള രഹസ്യവാതിലിന്റെ ശബ്ദമായിരുന്നു. ആദിത്യൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ ടോർച്ച് തെളിച്ചു. ഹാളിന്റെ വടക്കേ മൂലയിൽ വലിയൊരു പിച്ചള വിളക്കിന് താഴെയായി നിലവറയിലേക്കുള്ള ആ ചെറിയ തടിവാതിൽ പതുക്കെ തുറന്നു കിടക്കുന്നു. തറവാട്ടിലെ കാരണവന്മാർ മരിക്കുന്നതിനു മുൻപ് വിളറിയ മുഖത്തോടെ മന്ത്രിക്കുമായിരുന്നു, ആ നിലവറ ഒരിക്കലും തുറക്കരുത്, അവിടെ വെളിച്ചം കാണാത്ത വിശപ്പുകൾ കാലങ്ങളായി ഉറങ്ങുന്നുണ്ട് എന്ന്. പക്ഷേ ഭയത്തേക്കാൾ വലിയൊരു അദൃശ്യമായ ശക്തി ആദിത്യനെ അങ്ങോട്ട് വലിപ്പിച്ചു. അവൻ ആ തടിവാതിൽ പൂർണ്ണമായും തുറന്നു. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ശവക്കല്ലറയ്ക്കുള്ളിലെ പോലുള്ള മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു. ഓരോ പടി ഇറങ്ങുമ്പോഴും മുകളിലെ വാതിൽ കൂടുതൽ അകന്നു പോകുന്നതുപോലെയും താൻ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയും അവന് തോന്നി. നിലവറയുടെ അടിത്തട്ടിലെത്തിയപ്പോൾ ടോർച്ചിന്റെ വെളിച്ചം ചുവരുകളിൽ പതിപ്പിച്ചു. അവിടെ നിരനിരയായി വെച്ചിരുന്ന വലിയ മൺഭരണികൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവയെല്ലാം മനുഷ്യന്റെ നരച്ച മുടിയിഴകൾ കൊണ്ട് വരിഞ്ഞുമുറുക്കി കെട്ടിയിരുന്നു. ഓരോ ഭരണിക്കുള്ളിൽ നിന്നും ദീർഘമായ നിശ്വാസങ്ങൾ പുറത്തുവരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് നിലവറയുടെ അറ്റത്തുള്ള ഒരു വലിയ നിലക്കണ്ണാടിക്ക് മുന്നിൽ ഒരു രൂപം ആദിത്യൻ കണ്ടു. ടോർച്ച് അങ്ങോട്ട് തിരിച്ച അവൻ ശ്വാസം വിടാൻ പോലും മറന്നുപോയി. അതൊരു മനുഷ്യനായിരുന്നില്ല, വെളുത്ത തുണികൊണ്ട് ശരീരം മുഴുവൻ മൂടിയ ഒരു രൂപം. അതിന്റെ കൈകൾക്ക് അസ്വാഭാവികമായ നീളമുണ്ടായിരുന്നു. വിരലുകളുടെ അറ്റത്ത് കൂർത്തതും കറുത്തതുമായ നഖങ്ങൾ. ആ രൂപം കണ്ണാടിക്ക് മുന്നിലിരുന്ന് സ്വന്തം മുഖത്തെ തൊലി പതുക്കെ അടർത്തി മാറ്റുകയായിരുന്നു. കണ്ണാടിയിലൂടെ ആ രൂപം ആദിത്യനെ നോക്കി. ആ മുഖത്ത് കണ്ണുകളില്ലായിരുന്നു, പകരം ചുവന്ന മാംസം തുളച്ചു പുറത്തേക്ക് വരുന്ന 2 വെളുത്ത അസ്ഥികൾ മാത്രം. നീ വന്നുവോ ആദിത്യ? നിനക്ക് വേണ്ടി ഞങ്ങൾ 70 വർഷം കാത്തിരുന്നു. ആ രൂപം സംസാരിച്ചില്ല. പകരം ആദിത്യന്റെ തലയ്ക്കുള്ളിൽ ആ ശബ്ദം ഇടിമിന്നൽ പോലെ മുഴങ്ങി. നിലവറയിലെ മൺഭരണികൾ ഒരേ സമയം വിറയ്ക്കാൻ തുടങ്ങി. ഓരോ ഭരണിയിൽ നിന്നും കറുത്ത ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരാൻ തുടങ്ങി. തറയിലൂടെ പാമ്പുകളെപ്പോലെ ഇഴഞ്ഞുവന്ന ആ മുടിയിഴകൾ ആദിത്യന്റെ കാലുകളിൽ ചുറ്റിപ്പിടിച്ചു. ടോർച്ചിന്റെ വെളിച്ചം മങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് കണ്ണാടിയിലെ രൂപം വായുവിലൊഴുകി ആദിത്യന്റെ തൊട്ടടുത്തെത്തി. അതിന്റെ വായ തുറന്നപ്പോൾ കണ്ടത് വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് കൂർത്ത പല്ലുകളായിരുന്നു. ആ രൂപം ആദിത്യന്റെ ചെവിയിൽ മന്ത്രിച്ചു. ഈ തറവാട്ടിലെ ഓരോ തലമുറയിലെയും മൂത്ത മകൻ
ഈ നിലവറയ്ക്കുള്ളിലെ വിശപ്പിന് ഭക്ഷണമാകണം എന്നതാണ് ഈ വീടിന്റെ നിയമം. നിന്റെ അച്ഛൻ രക്ഷപ്പെട്ടു. പക്ഷേ നീ എങ്ങോട്ടു പോകും? ആദിത്യൻ മുകളിലേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ മുടിയിഴകൾ അവന്റെ ശരീരത്തെ ശ്വാസം മുട്ടിക്കുന്നതുപോലെ വരിഞ്ഞു മുറുക്കിയിരുന്നു. അവൻ നിലവിളിക്കാൻ ആഞ്ഞു. പക്ഷെ തണുത്ത ഒരു കൈ അവന്റെ വായ അമർത്തിപ്പിടിച്ചു. ആ കൈവിരലുകൾക്ക് കരിഞ്ഞ ശ്മശാനത്തിലെ മണ്ണിന്റെ രുചിയായിരുന്നു. നിലവറയിലെ വിളക്കുകൾ തനിയെ നീലനിറത്തിൽ തെളിഞ്ഞു. ഇപ്പോൾ അവിടെ ആ രൂപം മാത്രമല്ല ഉള്ളത്. പണ്ട് ആ നിലവറയിൽ അകപ്പെട്ടു പോയ ആദിത്യന്റെ പൂർവികർ എല്ലാവരും അവിടെയുണ്ട്. അവരെല്ലാവരും ചുവരുകളിൽ തറയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. അവരുടെ കണ്ണുകൾക്ക് പകരം അവിടെ നീലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അവർ ഒരേ സമയം ദയനീയമായി ചിരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ തറവാട് തുറന്നപ്പോൾ കണ്ടത് ഹാളിന്റെ നടുവിൽ നിലവറയുടെ വാതിൽ അടഞ്ഞുകിടക്കുന്നതാണ്. ആദിത്യനെ അവിടെങ്ങും കണ്ടില്ല. അവന്റെ സാധനങ്ങളെല്ലാം പഴയതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തറവാട്ടിലെ ആ വലിയ നിലക്കണ്ണാടിയിൽ പുതിയൊരു ചിത്രം തെളിഞ്ഞിരുന്നു. ഭയന്നു വിറച്ച ആദിത്യന്റെ രൂപം. ആ കണ്ണാടിയിൽ തൊട്ടുനോക്കിയവർക്ക് വിരലുകളിൽ രക്തമുറയുന്നത് പോലെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അന്ന് രാത്രി മുതൽ ആ തറവാട്ടിലെ നിലവറയ്ക്കുള്ളിൽ നിന്ന് ഓരോ മണിക്കൂറിലും ഒരാൾ നഖങ്ങൾ കൊണ്ട് മരത്തിൽ പോറുന്ന ശബ്ദം കേൾക്കാം. ആദിത്യൻ ഇപ്പോൾ ആ നിലവറയിലെ അനേകം ഭക്ഷണങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ വീടിന്റെ ഭിത്തികൾക്ക് ഇപ്പോൾ പുതിയൊരു ഗന്ധം കൂടി വന്നിരിക്കുന്നു. ആദിത്യന്റെ ഭയത്തിന്റെ ഗന്ധം. നിങ്ങളിരിക്കുന്ന മുറിയിലെ ജനാലകൾ ഒന്ന് നോക്കൂ. ആരെങ്കിലും പുറത്തുനിന്ന് നിങ്ങളെ നോക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ തറയ്ക്കടിയിൽ നിന്നും ഇതുപോലെ പോറുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? രാത്രിയുടെ നിശബ്ദതയിൽ മനസ്സിനെ പതുക്കെ ഒരു സ്വപ്നലോകത്തേക്കെന്ന പോലെ കൊണ്ടുപോകുന്ന, എന്നാൽ ഓരോ നിമിഷവും ഭയത്തിന്റെ നേർത്ത തണുപ്പ് പടർത്തുന്ന ഒരു കഥയാണിത്. നഗരത്തിലെ വെളിച്ചങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ പശ്ചിമഘട്ടത്തിലെ നിബിഡമായ കാടിനുള്ളിലൂടെ കടന്നുപോകുന്ന ആ പഴയ പാതയിൽ രാത്രി 12 മണിയോടെയായിരുന്നു വിനയെത്തിയത്. ബൈക്ക് കേടായതോടെ മറ്റൊരു വഴിയുമില്ലാതെ അവൻ ആ പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അഭയം പ്രാപിച്ചു. കാടിന്റെ വന്യമായ മണമഴ നനഞ്ഞ മണ്ണും ഏതോ കാട്ടുപൂക്കളുടെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധവും അവിടെ നിറഞ്ഞു നിന്നു. ആകാശം കറുത്ത പട്ടുപുതപ്പ് പോലെ മലനിരകളെ മൂടിക്കിടക്കുന്നു. നക്ഷത്രങ്ങൾ പോലും കാടിന്റെ കറുപ്പിൽ അലിഞ്ഞുപോയിരുന്നു. ബസ് സ്റ്റോപ്പിലെ ആ സിമന്റ് ബെഞ്ചിൽ വിനയിരുന്നു. ദൂരെ കാടിനുള്ളിൽ നിന്ന് ഒരു മൂങ്ങയുടെ നീട്ടിവിളിയും ചീവീടുകളുടെ നിർത്താതെയുള്ള മർമ്മരങ്ങളും ആ രാത്രിയുടെ ഏകാന്തതയ്ക്ക് ആഴം കൂട്ടി. പെട്ടെന്ന് കാറ്റിന്റെ ഒരു നേർത്ത തലോടൽ അവന്റെ കഴുത്തിൽ തട്ടി. അത് വല്ലാത്തൊരു തണുപ്പുള്ള കാറ്റായിരുന്നു. മഞ്ഞുകട്ട തൊട്ടതുപോലെയുള്ള തണുപ്പ്. ഈ സമയത്തിവിടെ ബസ്സൊന്നും വരില്ല മോനെ. ഒരു വൃദ്ധന്റെ ശബ്ദം അവന്റെ തൊട്ടടുത്തു നിന്ന് കേട്ടു. വിനയ് ഞെട്ടിപ്പോയി. താനിരിക്കുന്ന ബെഞ്ചിന്റെ അറ്റത്ത് ഒരു വൃദ്ധനിരിക്കുന്നു. അയാൾ എപ്പോൾ വന്നു എന്ന് വിനയ് അറിഞ്ഞില്ല. വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച ആ വൃദ്ധന്റെ കയ്യിൽ ഒരു പഴയ റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ താഴ്ന്ന സ്വരത്തിൽ ഒരു പഴയ മലയാളം പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആ റേഡിയോയിൽ നിന്ന് വരുന്നത് ശബ്ദത്തേക്കാൾ ഉപരി ഒരു ചെറിയ ഇരച്ചിലായിരുന്നു. അപ്പൂപ്പൻ എപ്പോഴാ വന്നത്? വിനയ് പതുക്കെ ചോദിച്ചു. അവന്റെ ഹൃദയമിടിപ്പ് അവൻ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ തന്നെയുണ്ട്. കുറെ കാലമായി ഈ ബസ്സിനു വേണ്ടി കാത്തിരിക്കുന്നു. വൃദ്ധൻ തന്റെ വിളറിയ കണ്ണുകൾ കാട്ടുപാതയുടെ ഇരുട്ടിലേക്ക് നട്ടുകൊണ്ടു പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ തിളക്കമില്ലായിരുന്നു. പകരം ആ കണ്ണുകൾക്ക് അമാനുഷികമായ ഒരു വെളുത്ത നിറമായിരുന്നു. പെട്ടെന്ന് ആ റോഡിന്റെ വളവിൽ ഒരു മഞ്ഞ വെളിച്ചം കണ്ടു. ഒരു പഴയ ബസ് പതുക്കെ പുക തുപ്പിക്കൊണ്ട് മഞ്ഞിലൂടെ നീങ്ങിവരുന്നു. ചുരം നഗരം എന്ന് ബോർഡുള്ള ആ ബസ്സിന് വല്ലാത്തൊരു പഴക്കമുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിന് മുന്നിൽ നിന്നു. അതിന്റെ എഞ്ചിൻ ഓഫ് ആയിരുന്നെങ്കിലും ബസ്സിനുള്ളിൽ നിന്ന് ഒരു ചെറിയ വിറയൽ അനുഭവപ്പെട്ടിരുന്നു. ബസ്സിന്റെ വാതിൽ തനിയെ തുറന്നു. ഉള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ വിനയ് കണ്ട കാഴ്ച അവനെ മരവിപ്പിച്ചു. ബസ്സിനുള്ളിലെ സീറ്റുകളെല്ലാം ശൂന്യമാണ്. പക്ഷേ ഓരോ സീറ്റിലും ഓരോ പഴയ കുടകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞ കുടകൾ. അവയിൽ നിന്ന് വെള്ളം തറയിലേക്ക് ഇറ്റുവീഴുന്നു. കണ്ടക്ടറോ ഡ്രൈവറോ അവിടെയില്ല. പക്ഷേ സ്റ്റിയറിംഗ് തനിയെ തിരിയുന്നുണ്ടായിരുന്നു. വാ മോനെ, കയറിക്കോ. നീ പോകേണ്ട ഇടത്തേക്ക് ഇത് നിന്നെ എത്തിക്കും, വൃദ്ധൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. വിനയ് ബസ്സിലേക്ക് ഒരു കാൽ വെച്ചു. അപ്പോൾ മാത്രമാണ് അവൻ ശ്രദ്ധിച്ചത്. ആ ബസ്സിന്റെ തറയിൽ കാലടികളില്ല. പകരം വായുവിൽ ഒഴുകി നടക്കുന്ന ചില നിഴലുകൾ മാത്രം. ആ ബസ്സിനുള്ളിലെ തണുപ്പ് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പെട്ടെന്ന് ആ വൃദ്ധൻ തന്റെ റേഡിയോ ഓഫാക്കി. ആ നിമിഷം കാട് നിശബ്ദമായി. പക്ഷികൾ ചിലച്ചില്ല, കാറ്റ് വീശിയില്ല. അപ്പൂപ്പൻ ആരാണ്? വിനയ് ചോദിച്ചു. വൃദ്ധൻ തിരിഞ്ഞു നോക്കി. ആ മുഖത്ത് ഇപ്പോൾ തൊലിയില്ലായിരുന്നു. വെറും അസ്ഥികളും അതിൽ പറ്റിപ്പിടിച്ച ഉണങ്ങിയ മാംസവും മാത്രം. ഞാൻ ഈ ബസിന്റെ അവസാനത്തെ ടിക്കറ്റ് എടുത്തവനാണ്. 30 വർഷം മുൻപ് ഈ ചുരത്തിൽ നിന്ന് വീണ ഇതേ ബസ്സിലെ ഏക യാത്രക്കാരൻ. വിനയ് ഭയന്ന് പിന്നോട്ട് ചാടി. ആ നിമിഷം ബസ്സിന്റെ വാതിൽ ശബ്ദത്തോടെ അടഞ്ഞു. ബസ് പതുക്കെ നീങ്ങിത്തുടങ്ങി. ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് നോക്കിയ വിനയ് കണ്ടത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിന്റെ ജനാലയിലൂടെ ആ വൃദ്ധൻ അവനെ നോക്കി കൈവീശുന്നതാണ്. പക്ഷേ ബസ്സിന് ചക്രങ്ങളില്ലായിരുന്നു. അത് വായുവിൽ ഒരു പുകച്ചുരുൾ പോലെ ഇഴഞ്ഞ് കാടിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. ആ രാത്രി വിനയ് ആ ബസ് സ്റ്റോപ്പിൽ തന്നെയിരുന്നു. പുലർച്ചെ വെളിച്ചം വന്നപ്പോൾ
സ്റ്റേഷൻ മാസ്റ്ററും നാട്ടുകാരും അവിടെയെത്തി. വിനയ് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു പഴയ റെക്കോർഡ് കാണിച്ചു കൊടുത്തു. 30 വർഷം മുൻപ് അതേ സ്ഥലത്ത് നടന്ന വലിയ ബസ് അപകടത്തിന്റെ വാർത്തയായിരുന്നു അത്. ആ അപകടത്തിൽ മരിച്ച ആ വൃദ്ധന്റെ കയ്യിൽ ഇതേ റേഡിയോ ഉണ്ടായിരുന്നു. ഇന്നും ആ കാട്ടുപാതയിൽ രാത്രിയിൽ ഒറ്റയ്ക്കാകുന്നവർക്ക് ആ വൃദ്ധന്റെ പാട്ട് കേൾക്കാമത്രേ. ഉപദ്രവിക്കാനല്ല, മറിച്ച് തന്റെ ദീർഘമായ യാത്രയിൽ കൂട്ടിരിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ അയാൾ ഇന്നും ആ ബസ് സ്റ്റോപ്പിലിരിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുന്ന മഴയുടെ താളാത്മകമായ ശബ്ദം പോലെ മനസ്സിനെ പതുക്കെ ഒരു സ്വപ്നലോകത്തേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണിത്. ഭയത്തേക്കാൾ ഉപരി നിഗൂഢമായ ഒരു സുഖം നൽകുന്ന രീതിയിലാണ് ഇതിന്റെ ഒഴുക്ക്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി മലനിരകളുടെ താഴ്വരയിലുള്ള ഒരു പഴയ വാടക വീട്ടിലേക്ക് മാറിയതായിരുന്നു മാധവൻ. എഴുത്തുകാരനായതുകൊണ്ട് തന്നെ അത്തരം ഒരു ശാന്തത അയാൾക്ക് അത്യാവശ്യമായിരുന്നു. കുന്നിൻചെരുവിലെ ആ വീടിന് ഒരു പഴയ തറവാടിന്റെ പ്രൗഢിയുണ്ടായിരുന്നു. വലിയ മരവാതിലുകളും തടിപ്പലകകൾ പാകിയ തറയും വീടിന് പിന്നിലെ കാപ്പിത്തോട്ടവും വല്ലാത്തൊരു സമാധാനം നൽകി. ഒരു രാത്രിയിൽ കനത്ത മഞ്ഞ് ജനാലയ്ക്കപ്പുറം വെളുത്ത പുതപ്പ് പോലെ മൂടിക്കിടക്കുകയായിരുന്നു. മാധവൻ തന്റെ എഴുത്തുമേശയ്ക്ക് മുന്നിലിരുന്ന് പുതിയ നോവലിന്റെ പണിപ്പുരയിലായിരുന്നു. മുറിയിൽ ഒരു പഴയ മേശവിളക്കിന്റെ മഞ്ഞ വെളിച്ചം മാത്രം. പെട്ടെന്ന് മേശപ്പുറത്തിരുന്നിരുന്ന വെള്ളം നിറച്ച ഗ്ലാസിൽ ചെറിയ ചലനങ്ങൾ അവൻ ശ്രദ്ധിച്ചു. ആരോ പതുക്കെ നടന്നുവരുന്നതുപോലെ തറയിലെ പലകകൾ ക്രീക്ക് ക്രീക്ക് എന്ന് ശബ്ദിക്കുന്നു. അവൻ എഴുത്ത് നിർത്തി ചുറ്റും നോക്കി. ആരുമില്ല. പക്ഷെ മുറിയിൽ വല്ലാത്തൊരു സുഗന്ധം, പടർന്നു പഴയ പുസ്തകങ്ങളുടെയും ഉണങ്ങിയ പിച്ചകപ്പൂക്കളുടെയും മണം. ആ മണം അവനെ ഭയപ്പെടുത്തിയില്ല, മറിച്ച് ഒരു പഴയ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതുപോലെ തോന്നിപ്പിച്ചു. അവൻ ജനാലയ്ക്കൽ പോയി നിന്നു. മഞ്ഞിനിടയിലൂടെ ദൂരെ ഒരു വിളക്ക് മിന്നിത്തെളിയുന്നത് കണ്ടു. പെട്ടെന്ന് പിന്നിലെ കസേരയിൽ ആരോ ഇരുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. മാധവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല, പക്ഷേ കസേര പതുക്കെ ആടുന്നുണ്ടായിരുന്നു. മേശപ്പുറത്തെ പേപ്പറിൽ ആരോ പതുക്കെ വിരലോടിച്ചതുപോലെ ഒരു അടയാളം തെളിഞ്ഞു. അത് ഭീതിയല്ല, മറിച്ച് താൻ തനിച്ചല്ലെന്ന ഒരു തോന്നലാണ് അവനുണ്ടാക്കിയത്. ആരോ തനിക്ക് കൂട്ടിരിക്കുന്നു. അവൻ വീണ്ടും എഴുതാനിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, തന്റെ മനസ്സിൽ വരാത്ത വരികൾ പേപ്പറിലേക്ക് തനിയെ ഒഴുകിവരാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയുടെ കഥ. വർഷങ്ങൾക്ക് മുൻപ് ഇതേ മുറിയിലിരുന്ന് കവിതകൾ എഴുതിയിരുന്ന ഒരാളുടെ കഥ. ഓരോ വരി എഴുതുമ്പോഴും ആ മുറിയിലെ തണുപ്പ് കുറഞ്ഞു വന്നു. ഒരു ചൂടുള്ള ശ്വാസം തന്റെ തോളിൽ തട്ടുന്നത് മാധവൻ അറിഞ്ഞു. അത് വളരെ ശാന്തമായിരുന്നു. രാത്രി നീളുന്തോറും മാധവന് ഉറക്കം വന്നു തുടങ്ങി. അവൻ കട്ടിലിലേക്ക് മാറിക്കിടന്നു. കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ കേട്ടത് ഒരു മനോഹരമായ താരാട്ടുപാട്ടായിരുന്നു. കാറ്റിലൂടെ ഒഴുകിവരുന്ന ആ പാട്ട് അവനെ പതുക്കെ നിദ്രയിലേക്ക് നയിച്ചു. മുറിയിലെ വിളക്ക് തനിയെ അണഞ്ഞു. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം ജനാലയിലൂടെ അകത്തേക്കടിച്ചപ്പോൾ മാധവൻ ഉണർന്നു. രാത്രി നടന്നത് ഒരു സ്വപ്നമാണോ എന്ന് അവൻ സംശയിച്ചു. പക്ഷേ മേശപ്പുറത്തെ പേപ്പറിൽ എഴുതി പൂർത്തിയാക്കിയ ആ വരികൾ അവിടെയുണ്ടായിരുന്നു. ആ കവിതയുടെ അവസാനം ഇപ്രകാരം എഴുതിയിരുന്നു: നന്ദി, ഇത്രയും കാലം എന്റെ വാക്കുകൾ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഈ മുറിയിൽ ഇനി നിനക്ക് സമാധാനമായി ഉറങ്ങാം. അവൻ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. കാപ്പിത്തോട്ടത്തിലെ മഞ്ഞു നീങ്ങി പച്ചപ്പ് തെളിഞ്ഞിരിക്കുന്നു. ആ പഴയ വീട് ഇപ്പോൾ അവനൊരു അപരിചിത ഇടമല്ല, മറിച്ച് പ്രിയപ്പെട്ട ഒരാളുടെ കൂട്ടിരിപ്പുള്ള ഒരിടമാണ്. ഭയത്തിന്റെ നിഴലുകളില്ലാത്ത നിഗൂഢമായ സ്നേഹം നിറഞ്ഞ ആ മുറിയിൽ മാധവൻ വീണ്ടും തന്റെ തൂലിക ചലിപ്പിച്ചു. ആ രാത്രിക്ക് ശേഷം അയാൾ ഒരിക്കലും അവിടെ തനിച്ചാണെന്ന് തോന്നിയിട്ടില്ല. ചില നിശബ്ദതകൾ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മെ ആശ്വസിപ്പിക്കാനാണ് വരുന്നത്.